നെക്സ്റ്റ് ടാസ്ക്, ഉമ്മാനെ ഒരു ദിവസം വീട്ടിൽ സഹായിക്കുമോ? ഓക്കെ. അത്തായാലും കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് അടുക്കളയിൽ പോയപ്പോ ഇമ്മെന്തോ പണി എടുക്കുന്നുണ്ട്. ഞാൻ ഇമ്മാന്റെ അടുത്ത് സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കാണുക പറഞ്ഞു. ഇന്നത്തെ എല്ലാ പണി ഞാൻ എടുക്കണ്ടാണ്. ഇമ്മനെ നേരെ കൊണ്ടുകൊണ്ട് സോഫയെ പോയി കണ്ടിരുത്തി. പിന്നെ ഞാൻ പണികൾ ഓരോന്നോരോന്ന് കണ്ട് ഇങ്ങനെ തുടങ്ങി. പാത്രം കേക്ക് വിചാരിച്ചു പണിയൊക്കെ സിമ്പിൾ ആണ്. പിന്നെ മാറാലട്ടാണ്ടേനു, തേങ്ങ ഒളിച്ചാണ്ടേനു, വറക് ഇതാക്കാണ്ടേനു, അങ്ങനെ കുറെ പണികൾ എടുക്കും വന്നു കണ്ട് ഇങ്ങനെ നോക്കി പോകുന്നുണ്ട്. എന്തോ എന്നോട് പരിപാടിയെന്ന്. ഇന്നുള്ളൊരു ഡൗട്ടിന് അടിച്ചോരിട്ട് തുടക്കണത് തുടച്ചോട്ട് അടിച്ചോരണോന്ന്. പിന്നെ നമ്മളെ ബാപ്പാന്റെ 4ാമത്തെ പ്രൊഡക്റ്റ് അതിന്റെ അനിയത്തിക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ്. അത് കൊടുത്തിട്ട് തിന്നണ്ടേ? പിന്നെ ഇമ്മ കൊടുത്തിട്ട് എന്തെങ്കിലും തിന്നത്. അത് പിന്നെ അവൾക്ക് യൂണിഫോം ഒക്കെ മാറ്റി കൊടുത്ത് മുടിയെല്ലാം വാർന്നതോടെ നേരെ സ്കൂൾക്കൊക്കെ വേണ്ടിട്ട് ബസ് ആയിട്ട് വിട്ടു. ടാറ്റ ബൈ. നമ്മക്ക് ഇനി ഇവിടെ പണിയുണ്ടിട്ടാ. വാഷിംഗ് മെഷീന് കുറച്ച് സാധനം ഇട്ടു. വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റാത്ത കല്ലും വെച്ച് അടിച്ചാണ് തിരുമ്പി. ഇത് നമ്മളെ പേർഷ്യ പൂച്ച നിക്കി. ഈ പൂച്ചയ്ക്ക് ഒരു ജോഡിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അത് രാവിലെ ഇവിടുന്ന് പോകും, പിന്നെ രാത്രി ഇങ്ങോട്ട് വരും. എങ്ങോട്ടാ പോകേണ്ട ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇതിന് വേണ്ടിട്ട് വേറെ ജോഡിനെ വേണം. പാരയിലുണ്ടെങ്കിൽ പറയട്ടോ. അങ്ങനെ പോയി വൈകുന്നേരമായി. പിന്നെ നോമ്പർക്കുള്ള പത്തിരി പരിപാടിയില്ല. ഇമ്മനോട് ആ രുചിതിയിലില്ല, കണ്ടാ മതിയെന്ന്. പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, കാണ്ടില്ല രസം തിന്നാനാട്ടോ. പിന്നെ നോമ്പർക്കാനായി നോമ്പർക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പള്ളിയിൽ പോയിക്കൊണ്ട് തറാവിസ്കരിച്ചു. ഇന്നായിക്കോട്ടെ എന്നാ, ടാറ്റ ബൈ.